പാട്ടുകാരനാകാൻ മോഹിച്ച് കോട്ടയത്ത് നിന്നും കോടമ്പക്കത്തേക്ക് എത്തിയ ഒരു അച്ചായൻ, കുന്നേൽ ജോസഫ്. തിക്കുറിശിയുടെ കൈപിടിച്ച് സാക്ഷാൽ ദക്ഷിണാമൂർത്തിയാൽ ഹരിശ്രീ കുറിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ പിന്നീട് പ്രേം നസീർ ഉൾപ്പെടെയുള്ള നായകന്മാർക്കായി 8ഓളം ചിത്രങ്ങളിൽ തന്റെ ആലാപന മാധുര്യം സമ്മാനിച്ചു. നായകനും ഗായകനുമൊപ്പം കയ്യടി കിട്ടുന്ന ഏറ്റവും താരപ്പകിട്ടുള്ള പ്രതിനായകനായി പിന്നീട് ഏറെക്കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു അയാൾ. കടിച്ചു പിടിച്ച പൈപ്പും ചീകിയൊതുക്കിയ മുടിയും തന്റേത് മാത്രമായ ഒരു ആക്സന്റിലുള്ള ഇംഗ്ലീഷ് ഡയലോഗ് ഡെലിവറിയുമായി ഒരു കോട്ടിനുള്ളിൽ കയറി അയാൾ കൊട്ടകയിലെത്തിയപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ എത്രയോ വട്ടം പെരുമ്പറ മുഴക്കി. തട്ടുപൊളിപ്പൻ പാട്ടുകളും തീറ്റ കൊടുക്കുന്ന മുതലക്കുഞ്ഞുങ്ങളും ജഗ്ഗുവിനെ പോലെ തഗ് പറയുന്ന കിങ്കരന്മാരും നിറഞ്ഞ ഒരു കൊട്ടൻ വില്ലൻ സെറ്റപ്പിൽ മറ്റാരെയും അദ്ദേഹത്തിന് പകരം നമുക്ക് അന്നും ഇന്നും സങ്കല്പിക്കാനാവില്ല. കോട്ടയം കുഞ്ഞച്ചനിലെയും ആകാശദൂതിലെയും ഒക്കെ പരമ സാത്വികനായ കഥാപാത്രങ്ങളും ഭക്തിരസപ്രധാനമായ ചിത്രങ്ങളിൽ ഭീഷ്മരായും സ്നാപക യോഹന്നാനായുമെല്ലാം അദ്ദേഹം നമ്മുടെ ഹൃദയം കവർന്നു. തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങൾ എത്ര ചെറുതായാലും വലുതായാലും ആ കഥാപാത്രങ്ങൾക്ക് സവിശേഷമായ ഒരു ആത്മപ്രകാശം നൽകുന്ന അപൂർവ നടൻ. ഓർമ്മയിൽ എന്നും ജോസ് പ്രകാശ്. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിൽ. അപ്പോൾ എന്നെ ഒറ്റിക്കൊടുക്കാൻ നിനക്ക് നിഷ്പ്രയാസം കഴിയുമല്ലോ. കരയാതെ മോളെ, വലിയ ശിക്ഷയൊന്നും കാണത്തില്ല. കൂടിയ 1 വർഷം, അത് കഴിഞ്ഞ് അവനിക്ക് വരും. ആരാണ് കൊന്നതെന്ന് എനിക്കറിയാം. നിന്നോട് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടും. നിന്റെ ഈ വിധമുള്ള കുസൃതി തരങ്ങളൊക്കെ നമ്മുടെ ഈ പത്രം ആഫീസിന് മതിൽക്കെട്ടിനുള്ളിൽ തന്നെ മതി. നീ മാത്രം കഴിച്ചാൽ മതിയോടാ. That's good. You are very practical. I like it. അവൻ ആരാണ് നിന്റെ അപ്പനോ? എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ ഒന്നു കുഞ്ഞു മനസ്സിലായിക്കൊള്ളൂ, എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു. നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇവന്റെ മുതലാളിയെ വഞ്ചിച്ചിട്ടല്ലേ അവൻ നമുക്ക് സേവനം ചെയ്തത്? ഇന്നലെ വരെ പാലൂട്ടി കഴിക്കല്ലേ അവൻ തിരിഞ്ഞു കൊത്തിയത്? ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം ആദ്യം എത്തുന്നത് വളരെ ബഹുമാന്യനായ ജോസ് പ്രകാശ് സാറിന്റെ സഹോദരൻ, ചലച്ചിത്ര നിർമ്മാതാവ്, അഭിനേതാവ് തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രേം പ്രകാശ് സാർ. സ്വാഗതം ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയിലേക്ക്. പ്രേംപ്രകാശ് സാറിന്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞങ്ങളുടെ ഈ പരിപാടിയുടെ ആദ്യത്തെ എപ്പിസോഡ് പ്രേം നസീർ സാറിനെ കുറിച്ചായിരുന്നു. പ്രേം നസീർ സാറിനെ കുറിച്ചുള്ള എപ്പിസോഡായിരിക്കും ഒരു പക്ഷേ ഈ എപ്പിസോഡുകളിൽ ഏറ്റവും മലയാള സിനിമയുടെ തുടക്കകാലത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു എപ്പിസോഡ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. കാരണം 1952, 53 കാലഘട്ടങ്ങളിൽ നിന്നാണ് ആ എപ്പിസോഡ് തുടങ്ങുന്നത്. എന്നാൽ ഒരു പക്ഷേ ജോസ് പ്രകാശ് സാറിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഒരല്പം കൂടെ പിന്നിൽ നിന്ന് നമുക്ക് ആരംഭിക്കാനാവും. പല എപ്പിസോഡുകളിലും ഞാൻ പറയാറുണ്ട്, ഇത് ഏതെങ്കിലും ഒരു നടനെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളല്ല, ഒരു കാലഘട്ടത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തിലുള്ള സിനിമകളെക്കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകളാണെന്ന് പറയാറുണ്ട്. അദ്ദേഹമല്ലേ കുടുംബത്തിൽ നിന്ന് ആദ്യം സിനിമയിലെത്തുന്ന ആള്? തീർച്ചയായിട്ടും. തിക്കുറിശി സാർ അദ്ദേഹത്തിനെ കോട്ടയത്ത് ഒരു പരിപാടിയിൽ കാണുകയോ അങ്ങനെ എന്തോ അല്ലേ സംഭവം? അതായത് ഈ റാമലോഹി ലൂഹിയയുടെ ഒരു പ്രോഗ്രാം കോട്ടയത്തുണ്ടായിരുന്നു. അന്ന് കോട്ടയം തിരുനക്കര മൈതാനത്ത് ഒരു ടൈം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സംഘാടകർ പാട്ടുകാരനായിട്ട് ക്ഷണിച്ചത് എൻ്റെ ജ്യേഷ്ഠനെ. തിരുനക്കരയില് റാം മനോഹർ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവിടെ തിരക്കിയപ്പോൾ ആരുണ്ടെന്ന് ഒരു പാട്ട് പാടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ആരോ ജ്യേഷ്ഠൻ്റെ പേര് പറഞ്ഞു. ബേബി എന്നൊരു പയ്യൻ കോട്ടയത്തുണ്ട്. ബേബി എന്നാണ് എൻ്റെ ജ്യേഷ്ഠൻ ജോസ് പ്രകാശിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. നാട്ടിൽ വിളിക്കുന്നവർ ബേബി എന്നാ. അപ്പോൾ ജ്യേഷ്ഠനെ വിളിക്കുന്നു, അവിടെ പാടുന്നു. ആ പാട്ട് പാടി കേട്ടതോ അറിഞ്ഞതോ ആയിട്ട് തിക്കുറിശി സാറ്. അത് ഏത് പാട്ടായിരുന്നു അറിയോ? ഹിന്ദി പാട്ടിനോടുള്ള ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു ചേട്ടൻ. ഞങ്ങളൊക്കെ ഹിന്ദി പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അതിൽ മേരി കഹാനി ഭൂലിനെ വാലെ എന്നൊരു റഫീയുടെ ഒരു പാട്ടുണ്ട്. അവസാനം ആ പാട്ട് പാടി പ്രശസ്തനായപ്പോൾ നാട്ടുകാർ മേരി കഹാനി ബേബി എന്നുള്ള പേരും കൂടി ഇട്ടു, കുറെ പേര്. അതെ.
അപ്പോൾ അങ്ങനെ അദ്ദേഹമാണ് സിനിമയിലേക്ക് ഒരു അവസരം കൊടുത്തത്. തിക്കുറിശി സാർ ഈ പാട്ട് പാടിയ കാര്യം അറിഞ്ഞു. അറിഞ്ഞ് ഇതാരാണെന്ന് അന്വേഷിച്ചു. അങ്ങനെ വിളിപ്പിച്ച് തിക്കുറിശ്ശേട്ടനെ പോയി കണ്ട് പുള്ളി പാട്ട് പാടാൻ അവസരം കൊടുത്തു. അന്ന് പാട്ട് പാടല് മദ്രാസിലല്ലേ? മദ്രാസിലാ. അതെ. അപ്പൊ ഒരു സ്റ്റേജ് പാടുന്ന കണ്ടിട്ട് നേരെ മദ്രാസിന് കൊണ്ടുപോയി. അവിടെ ദക്ഷിണാമൂർത്തി സ്വാമികളായിരുന്നു എന്റെ മ്യൂസിക് ഡയറക്ടർ. അങ്ങനെയാണ് പാടിക്കുന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ച് ഇതിലും വലിയ തുടക്കം കിട്ടാനില്ല. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അടുത്ത് ചെല്ലുന്നു, അവിടുന്ന് പാട്ട് പാടുന്നു. എനിക്ക് തോന്നുന്നത് 6-7 പടങ്ങളിൽ പിന്നണി പാടിയിട്ടുണ്ട്. ഏതാണ്ട് 8 പടങ്ങളിൽ പാടിയിട്ടുണ്ട്. 8 പടത്തിൽ നസീർ സാറിന് ഉൾപ്പെടെ പിന്നണി പാടിയിട്ടുണ്ട്. പിന്നെ അഭിനയത്തിലേക്ക് മറിഞ്ഞത് എങ്ങനെയാ? അത് ജ്യേഷ്ഠന്റെ കാര്യം പറയുമ്പോൾ 1926 എൻ്റെ ജ്യേഷ്ഠൻ ജനിക്കുന്നത്. ഏതാണ്ട് 16 വയസ്സുള്ളപ്പോൾ SSLC പാസ്സാകുന്നതിന് മുമ്പ് തന്നെ പട്ടാളത്തിലേക്ക് പോയി. 16 വയസ്സിൽ പട്ടാളത്തിൽ പോയ ആളാ. അതിന് വേറൊരു കഥയുണ്ട്. എന്നാൽ നമുക്ക് ഇരുന്ന് പറയാം.